ഹായ്, നമ്മുടെ വെബ് പേജിനെ കുറച്ചുകൂടി ഓർഡർ ചെയ്യാനും അട്രാക്റ്റീവ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടാബിൾസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഹൗ ടു ക്രിയേറ്റ് ടാബിൾസ് യൂസിങ് HTML. ഫോർ ദാറ്റ് ഞാനിവിടെ tables.html എന്ന് പറഞ്ഞ് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പാരഗ്രാഫിലെ കണ്ടൻസ് കോപ്പി ചെയ്ത് ടാബിളിലോട്ടേക്ക് പേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ബോഡി കണ്ടൻറ്റ് റിമൂവ് ചെയ്തു. ഇതിൽ ടാബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത് ഈസ് സംതിങ് സിമിലർ ടു ക്രിയേറ്റിംഗ് ടാബിൾസ് യൂസിങ് മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ടാബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതിലെ ടാബിൾസ് ക്രിയേഷനും സംതിങ് സിമിലർ ടു ദാറ്റ്. ആൻഡ് അനദർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദിസ് സിൻടാക്സ് ആർ പ്രിറ്റി ഈസി. സോ ടാബിളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിനെ ടാബിൾ എന്ന് തന്നെ പറയും. സോ ടാബിൾ ടാഗ് റെഫേഴ്സ് എ ടേബിൾ, ദെൻ ടാഗ് TR for table row, tag TH for table heading, tag TD for table data. So syntax are pretty easy. ഇനി നമുക്ക് കോഡിംഗ് സെക്ഷനിലോട്ടേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ 3 കാറ്റഗറിയിലാണ് ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബിൾ എന്ന ടാഗ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് റോ ഇൻഡിക്കേറ്റ് ചെയ്യാണ് TR. നൗ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ ഹെഡിങ്, അതായത് ഫസ്റ്റ് റോയിൽ എന്നായാലും ടാബിളിൻ്റെ ഹെഡിങ്സ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സോ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഈസ് നെയിം. സോ TH നെയിം കൊടുത്തു. സോ നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാം. ആൻഡ് നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് കമ്പനിയാണ്. സോ കമ്പനി. And third one is date of birth. TH date of birth. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റോ കഴിഞ്ഞു, അതായത് ഹെഡിങ്ങിൻ്റെ റോ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡാറ്റാസ് ആഡ് ചെയ്യാണ്. സോ അതിന് തൊട്ട് താഴത്തെ ലൈൻ, അതായത് നെക്സ്റ്റ് റോ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അഗെയിൻ TR കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേബിൾ ഡാറ്റ, അതായത് നമ്മുടെ നെയിം. ഓക്കെ, ആർ യു ഗെറ്റിംഗ് മീ? സോ നമ്മുടെ ആദ്യത്തെ നെയിം ഞാൻ കൊടുക്കുന്നത് സുക്കർബർഗ്. സോ മാർക്ക് Zuckerberg. We all know that who is Zuckerberg. Obviously, company is Facebook. So അത് ടേബിൾ ഡാറ്റയാണ്. സോ അങ്ങനെ കൊടുക്കണം, ഫേസ്ബുക്ക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടേബിൾ ഡാറ്റ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. Date of birth is 1984. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടേബിൾ ഡാറ്റ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത റോയിലുള്ള ഡാറ്റാസിനെ ആഡ് ചെയ്യാം. ഫോർ ദാറ്റ് TR ഓക്കെ. നൗ ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് നെയിമാണ്. സോ ഞാൻ കൊടുക്കാൻ പോകുന്നത് ബിൽ ഗേറ്റ്സ്, ഹൂ ഈസ് ദ co-founder ഓഫ് മൈക്രോസോഫ്റ്റ്. സോ കമ്പനി ഈസ് മൈക്രോസോഫ്റ്റ്.
Microsoft. Then date of birth, that is 1955. ഓക്കെ, രണ്ടാമത്തെ റോയിലുള്ള ഡാറ്റയും കംപ്ലീറ്റ് ആയി. ഞാൻ ഒരു ഡാറ്റയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ TR ഫസ്റ്റ്, ദെൻ അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടേബിൾ ഡാറ്റ TD, ആൻഡ് ദറ്റ് ഈസ് സ്റ്റീവ് ജോബ്സ്. Okay, and company, we all know it's Apple. Then the date of birth എന്ന് പറയുന്നത് സെയിം 1955. സോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ 3 റോയിലുള്ള ഡാറ്റാസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ നിങ്ങളുടെ വെബ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ടേബിളിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും, അതുപോലെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തേക്കുന്ന ലിസ്റ്റിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലേറ്ററുള്ള ചാപ്റ്ററിൽ നോക്കാം. സോ ഇതാണ് HTML യൂസ് ചെയ്തിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്.